നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും വൈറലായ സഖാവ് എന്ന കവിതയെ മുൻനിർത്തിയുള്ള JB ജംഗ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ JB ജംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഈ കവിതയുടെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പേർ: സാം, ആര്യ, പ്രതീക്ഷ. അർത്ഥവത്തായിട്ടുള്ള ആരോഗ്യകരമായ സംവാദം. പ്രേക്ഷകർക്ക് സ്വാഗതം. ആര്യ, ഈ പ്രതീക്ഷ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കവിതകളുമായിട്ട് ആണ് കളിച്ചു വളർന്നിരുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറയാ? കളിച്ചു വളർന്നത്. കളിക്കോപ്പുകളൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല, കവിതകൾ മാത്രമായിരുന്നു ചെറുപ്പകാലത്ത് ഈ കുട്ടിക്ക് ഇഷ്ടം. അപ്പോൾ വരികൾ എഴുതാനും ഒക്കെയുള്ള പ്രേരണകൾ ഇങ്ങനെ കേൾക്കുന്നതിൽ നിന്നും ഉണ്ടായേക്കാം. അങ്ങനെ വെച്ച് ഞാൻ പ്രതീക്ഷയുടെ സ്ഥാനത്ത് നിന്ന് 2 ചോദ്യങ്ങൾ ഞാൻ സാമിനോട് ചോദിക്കട്ടെ. സാം, ഈ കവിത ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നൊരു കവിതയാണ്. പെൺകുട്ടിയാണ് ഇതിൻ്റെ ഒരു ഹീറോയിൻ. വേണമെങ്കിൽ ഒരു പെണ്ണെഴുത്തെന്ന് വേണം പറയാം. സാം ഒരു പെൺകുട്ടിയല്ല. സാം പരിപൂർണമായിട്ടും ഒരു ഊർജ്ജസ്വനായ ചെറുപ്പക്കാരനാണ്. എന്തിനാണ് സാം ഒരു പെണ്ണെഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കവിതയെ കണ്ടത്? ശരിയായ ചോദ്യമാണ്. തീർച്ചയായും. കണ്ടോ, എത്ര ബുദ്ധിപരമായൊരു ചോദ്യം ചോദിക്കുന്നു. പെണ്ണെഴുത്തല്ലേ, എഴുത്തിൻ്റെ എല്ലാ നറേറ്റ് ചെയ്യുന്നത് വിവിധ ആളുകൾക്ക് കൂടി നറേറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കവിക്കുണ്ട്. അല്ല, ഒരു ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇതിൻ്റെ അകത്തെ ഒരു പെൺകുട്ടിയാണ് ബിംബം. ഒരു പെൺമരം അവരുടെ ചിന്തകളാണ്, അല്ല അവരുടെ ചിന്തകളാണ്, അല്ലേ? ആക്ച്വലി ഒരു പെൺകുട്ടിയല്ല. ആ കാലഘട്ടത്തിൽ 2010 CMS, അതായത് കൊല്ലപ്പരീക്ഷയുടെ അവസാന വർഷം, അന്ന് CMS നടന്ന ആ സമരത്തിൽ അവിടുത്തെ അധ്യാപകരോ അവിടുത്തെ മാനേജ്മെൻറ്റോ നാട്ടുകാർ പോലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടുത്തെ സമരം നടക്കുന്നതിനെ പറ്റി അവിടെ ഒരുപാട് കുറ്റം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു തോന്നി, അവിടുത്തെ മരങ്ങളെങ്കിലും ഇതൊന്നും അല്ലാതെ സത്യമൊന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. ഇവർ ഈ സഖാക്കന്മാരിൽ നന്മയുണ്ടെന്നുള്ളത്. ഓക്കെ, ഒരു കട്ട്. തൻ്റെ പ്രണയം സ്വീകരിക്കാതിരുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും മോഹിപ്പിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണോ, അതെയോ സമരം ഒരു ചാട്ടുള്ളി പോലെ സാമിൽ പ്രവേശിച്ച് എഴുതിയ കവിതയാണ്? ഇപ്പോൾ സമരം 2ാമത് വരുന്നതാണ്. ആദ്യം മറ്റേ ഈ കവിത എഴുതിയ സമയത്ത് സമരം ഉണ്ടായിരുന്നില്ല. ചോദ്യം കറക്റ്റാണോ? കണ്ടോ, ഈ പ്രതീക്ഷയുടെ മനസ്സിലുള്ള ചോദ്യങ്ങളെ ഇത്ര കൃത്യമായിട്ട് ചോദിക്കണ്ടായിരുന്നോ? അവസരം തന്നിട്ട് ചോദിച്ചില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചാൽ എങ്ങനെ പറയും? ഞാൻ സ്വീകരിക്കുന്നു. അതിന് മുന്നേ മുന്നത്തെ ചോദ്യത്തിന്റെ ഒരു ഉദാഹരണങ്ങൾ പറയും. ഞാൻ പെണ്ണെഴുത്തിന്റെ വേറെയും കവിതകൾ എഴുതിയിട്ടുണ്ട്. 2 പേര് ചൊല്ലിക്കട്ടെ. വൈകിടത്തോളൂ. അപ്പൊ ഈ 4 കവിതകൾ, ഒരു കവിത മാത്രമേ നമ്മളിവിടെ ചൊല്ലിയിട്ടുള്ളൂ. ബാക്കി കവിതകൾ ഇതുപോലുള്ള സ്ത്രീബിംബമായിരുന്നോ? അല്ല. ഏതായിരുന്നു കവിത? ആ 4 കവിതകൾ കൂടാത്ത ഒരു കവിതയാണ് ഞാനിപ്പോ പെൺകവിതയായിട്ട് അവതരിപ്പിക്കാൻ. ഇതെവിടെ അച്ചടിച്ച് വന്നാണ്? ഇത് അച്ചടിച്ച് വന്നിട്ടില്ല. അച്ചടിച്ചില്ല, മനസ്സിൽ അച്ചടിച്ചിരിക്കുകയാണ്. ഇത് DC ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എൻ്റെ പുസ്തകം. ഈ 29th അത് പബ്ലിഷ് ചെയ്യുന്നു. അതിനുള്ളിൽ ഇതിന്റെ മുകളിൽ നമുക്ക് പല പബ്ലിഷിംഗ് നടക്കും. ഓക്കെ, പറ. ഈ കവിതയുടെ കഥ ഇങ്ങനെയാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ ഉള്ളിലൊരു ബീജം തന്ന ആ പുരുഷനെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എപ്പോഴും ദേഷ്യവും ഒക്കെ അല്ലേ തോന്നുന്നേ. സ്നേഹം ഒരു പ്രതികാരമാകുന്ന ഒരു ഘട്ടം. അപ്പൊ തൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിചാരിച്ചിട്ട് നീ ബലാത്സംഗം ചെയ്യാനൊന്നും പോകരുത് കേട്ടോ. ആ മാറ്റത്തെ കുറിച്ചിട്ട് അവള് പറയുന്നതാണ്. പടർപ്പ് എന്നാണ് കവിതയുടെ പേര്. ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ പ്രതീക്ഷ. ഉറതെറ്റി മാറും കരയേറ്റ പാടം നിറയെ നിന്റെ മോഹങ്ങൾ, ഇരുളിൽ തന്ന മോഹങ്ങൾ. ഉറതെറ്റി മാറും കരയേറ്റ പാടം നിറയെ നിന്റെ മോഹങ്ങൾ, ഇരുളിൽ തന്ന മോഹങ്ങൾ. അകമേ ഉറവയറ്റടയുന്ന നീരൊഴുക്കിലയായി മലരായി തളിരിടുമ്പോൾ, അകമേ ഉറവയറ്റടയുന്ന നീരൊഴുക്കിലയായി മലരായി തളിരിടുമ്പോൾ, ഇടവിട്ടു വേദനിക്കുന്നു താഴ്വാരം, ഇളവയിൽ താണിറങ്ങുന്ന തീരം. ഇടവിട്ടു വേദനിക്കുന്നു താഴ്വാരം, ഇളവയിൽ താണിറങ്ങുന്ന തീരം.
എവിടെയോ എന്നെ ഓർത്തിരിപ്പുണ്ടെന്ന് കരുതി ഞാനിരിക്കുന്നു, മോഹ മുറിവുമായിരിക്കുന്നു. എവിടെയോ എന്നെ ഓർത്തിരിപ്പുണ്ടെന്ന് കരുതി ഞാനിരിക്കുന്നു, മോഹ മുറിവുമായിരിക്കുന്നു. ആരോടും പറഞ്ഞില്ലിതേവരെ, ആരൊക്കെ ഇറക്കി വിട്ടിട്ടും ആരോടും പറഞ്ഞില്ലിതേവരെ, ആരൊക്കെ ഇറക്കി വിട്ടിട്ടും നീ തന്ന നിലാവിനെ പേറി ഞാൻ രാവൊക്കെ തനിച്ചു താണ്ടുന്നു. നീ തന്ന നിലാവിനെ പേറി ഞാൻ രാവൊക്കെ തനിച്ചു താണ്ടുന്നു. കാട്ടുവള്ളിയിലൂടെ ഇഴഞ്ഞെത്തി ആർത്തു ചുറ്റി വരിഞ്ഞ കാമത്തിലും, കാട്ടുവള്ളിയിലൂടെ ഇഴഞ്ഞെത്തി ആർത്തു ചുറ്റി വരിഞ്ഞ കാമത്തിലും നീ അന്ധമാം പ്രേമ സംഗീതമായി അന്തരംഗങ്ങളിൽ ലയിച്ചു. നീ അന്ധമാം പ്രേമ സംഗീതമായി അന്തരംഗങ്ങളിൽ ലയിച്ചു. ചോരയിൽ പുക്കുൾ വേരിറങ്ങുന്നു, ചാരമാകുന്ന ബാല്യമേ ബലി. ചോരയിൽ പുക്കിൾ വേരിറങ്ങുന്നു, ചാരമാകുന്ന ബാല്യമേ ബലി. അമ്മയാകുന്നു മാറും മനസ്സും, നന്മയിൽ ഞാൻ കുതിർന്നു പൊങ്ങട്ടെ. അമ്മയാകുന്നു മാറും മനസ്സും, നന്മയിൽ ഞാൻ കുതിർന്നു പൊങ്ങട്ടെ. മറവിലെൻ്റെ ആഴത്തിൻ കരയിലെത്തി മേഘങ്ങൾ, മറവിലെൻ്റെ ആഴത്തിൽ കരയിലെത്തി മേഘങ്ങൾ. ജലമുതിർത്തു ചുംബിച്ചു കണ്ണിൽ കനലിറുത്തു ചൂടിച്ചു. ജലമുതിർത്തു ചുംബിച്ചു കണ്ണിൽ കനലിറുത്തു ചൂടിച്ചു. റീഷ നന്നായിട്ട് ആലാപനം നടത്തുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇങ്ങനെ കാര്യം പറഞ്ഞ കഴിവിനെ ഒരിക്കലും നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ കോളേജിൽ ചേരുമ്പോൾ ചിലപ്പോൾ ഞാനോ എൻ്റെ സുഹൃത്തുക്കളോ ഒരു മത്സരവേദിയിൽ പാടുന്നുണ്ടാവുക ചിലപ്പോൾ സാമിന്റെ ഇപ്പോഴത്തെ കവിതയായിരിക്കും. കാരണം വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമായി. എന്ത് മനനേർമ്മല്യമുള്ളൊരു കുട്ടിയാണ് കണ്ടോ. അതായത് തൻ്റെ കവിത മോഷ്ടിച്ചു പോയി എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പോലും ആ കഴിവിന് മുന്നിൽ ആദരവർപ്പിക്കാനുള്ള വിശാല ഹൃദയം. സാം എന്ന വ്യക്തിനെ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കഴിവുകൾ ഉണ്ടെന്ന്. നിങ്ങൾ ഇനി ഈ ഷോ കഴിഞ്ഞിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാകുകയാണ് 3 പേര്. അതാണല്ലോ ഈ ഷോയുടെ ഒരു പ്രത്യേകത. ഫ്രണ്ട്ഷിപ്പ് ഷോ ആണ്. ആര്യ, എങ്ങനെയാണ് ഈ കവിത ആര്യയുടെ പിന്നെ മെഡൽ ഓഫ് ബ്ലാങ്കട്ടയിൽ വന്ന് പതിച്ചത്? ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ കോളേജിലെ തന്നെ സുഹൃത്തുക്കള്, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, ഇപ്പൊ തേർഡ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഓക്കെ, ഒരാളെന്തോ ആര്യയെ കുറിച്ച് പറയാൻ വേണ്ടി വരുന്നു, നോക്കട്ടെ. ആര്യ, വളരെയധികം സന്തോഷമുണ്ട് നീ ഇപ്പോൾ ജോൺ ബിട്ടാ സാറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെന്ന് അറിയുമ്പോൾ. നമ്മുടെ ബ്രണ്ണൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള നീ ഇന്ന് ബ്രണ്ണൻ്റെ അഭിമാനമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ മറ്റ് നാനാഭാഗത്തുള്ള മലയാളികളുടെയൊക്കെ അറിവിലേക്കായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഈ ക്യാമ്പസിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഈ കവിത ഇതിൻ്റെ ലിറിക്സ് അന്ന് അയച്ചു തരുന്ന സമയത്ത് നീ ഇത് പാടിയിട്ട് പിന്നെ FB-യിൽ ഇടുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പാടി നീ FB-യിലിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തെ ഷെയർ ചെയ്യണമെന്ന് വാട്സപ്പിൽ എന്നോട് പറഞ്ഞപ്പോൾ ആദ്യ ഷെയർ ഞാൻ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് ഇതിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്കുണ്ടായിരുന്നില്ല, നീ ഇങ്ങനെ ഇത് ഒരുപാട് ആളുകൾ കാണുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? ഇദ്ദേഹം അവിടുത്തെ ചെയർമാനാണ്, ചെയർമാനാണ്, നമ്മുടെ യൂണിയൻ ചെയർമാനാണ് അനുരാഗ്.
അപ്പൊ അനുരാഗ്, അഞ്ജന എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇവരൊക്കെ തന്നെയാണ് എനിക്ക് കവിത ഫോർവേഡ് ചെയ്ത് തന്നത് വാട്സപ്പിലൂടെ. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വാട്സപ്പ് കിട്ടിയപ്പോൾ ചങ്ക് പൊട്ടി ഞെട്ടിപ്പോയി, വേറെ ആൾക്ക് വാട്സപ്പ് കിട്ടിയും അല്ലെ പ്രതീക്ഷ അങ്ങനെയല്ലേ? ഒരാൾക്ക് കോൾമയർ കൊണ്ടു കോരിത്തിരിപ്പുണ്ടായി. ഓക്കെ, അപ്പൊ ആ രീതി കണ്ടിട്ട് വായിച്ചു നോക്കിയിട്ട് എന്താണ് പാടി നോക്കാം എന്നൊരു തോന്നല്. അതെ. ഓക്കെ, അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വരികൾ വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയോ? വായിച്ചതല്ല, ഒരു ഓഡിയോ ചൊല്ലുന്ന ഓഡിയോ ചൊല്ലിയൊരു ഓഡിയോ ചെല്ലിയ ഓഡിയോ ആണ്. അത് അന്നേരം അറിയില്ലായിരുന്നു ആരാ ചൊല്ലിയത് എന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ഓഡിയോ കിട്ടി. അപ്പൊ ഇതിന്റെ ട്യൂണും മറ്റു കാര്യങ്ങളും അപ്പൊ തന്നെ സെറ്റ് ചെയ്തു എല്ലാം അവിടെ അന്നേരം തന്നെ ശരിയാ. അപ്പൊ യഥാർത്ഥത്തില് പിന്നെ സംഗീത സംവിധായകനും സാമാണ് അല്ലേ? ഞാൻ പ്രസന്റ് അതിന്റെ ഒരു പിന്നണി ഗായികയുടെ ഒരു ഇതാണ്. പക്ഷെ പലപ്പോഴും ആരുടെയാണോ ശബ്ദം ആ ശബ്ദം കൊണ്ടായിരിക്കും ഒരു പാട്ട് വേണം അറിയപ്പെടുന്നത്. പക്ഷെ ആ ശബ്ദത്തിനും ശബ്ദവീതിക്കും വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ആര്യ പറയും. അങ്ങനെ കിട്ടിയതാണ് ഈ കവിത. അപ്പൊ സുഹൃത്തുക്കൾക്ക് വേണ്ടി അന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കവിത പഠിച്ച് വരികളൊക്കെ എഴുതിയെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഗിറ്റാർ വെച്ചിട്ട് പാടി കൊടുത്തിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ? അതെ അതെ. ഇതാണോ? നാളെ പെയ്ത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? സാബ് ശ്രദ്ധിച്ചതാണോ? ആര്യ 5ാമത്തെ ആളാ ഇത് ചൊല്ലി ഇങ്ങനെ വീഡിയോ ഇടുന്നത്. 2 ഓഡിയോ വാട്സപ്പിൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. ആര്യയുടെ ആണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ആര്യയുടെ ആയിരിക്കാം ചിലപ്പോൾ. എനിക്കും കേട്ടിട്ടുണ്ട് ഒരു ഫീമെയിൽ വോയിസ്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായിരുന്നില്ല, കാരണം മെയിൽ വോയിസ് ആണ് ആദ്യമായിട്ട് കേട്ടത്. അതായത് സഖാവിന് കവിതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു മെയിൽ വോയിസ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ്. അതാരും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ വ്യക്തിയാണ് ആ കവിതയ്ക്ക് ഈണം കൊടുത്തതെന്നാണ്. ആ വ്യക്തി എന്റെ അടുത്തിരിക്കുന്ന സാമാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആര്യനൊരു ദിവസം കേൾപ്പിച്ചു. ആര്യയുടെ കയ്യിലുള്ള കോപ്പി ഞാനാണ് പാടിയത്. ആര്യയുടെ കയ്യിലുള്ള ആര്യക്ക് കിട്ടിയിരുന്ന ആ വാട്സപ്പിൽ അത് സാമിന്റെ ശബ്ദമായിരുന്നു. ചോദിച്ചു സാം ചേട്ടൻ ചെയ്തതാണോ? അപ്പൊ ക്യാമ്പസിലെ വളരെ ഗൗരവക്കാരനായ ഒരു സഖാവിനെ പ്രണയിച്ച കവിതയാണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. എനിക്ക് കിട്ടിയത് ആദ്യം. അതാണ് എനിക്കും ആദ്യം കിട്ടിയത്. പ്രസന്റ് ചെയ്തേ ഉള്ളൂ. എന്തായാലും ആര്യ പ്രസന്റ് ചെയ്തപ്പോൾ ഒരുപാട് പേരിലേക്ക് അത് എത്തി. അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അത് നിന്ന് പോകുമായിരുന്നു. അല്ല, ആര്യ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കവിത ഒട്ടുമിക്ക സഖാക്കളുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് സഖാവ് ഹരി കോവിലകം, തിരുവനന്തപുരം സ്വദേശിയാണ്, ഞങ്ങളെല്ലാവരും സുഹൃത്താണ്. ഹരിയേട്ടൻ മരിക്കുന്നത്. ഹരിയേട്ടൻ മരിക്കുന്ന സമയത്താണ് ഹരിയേട്ടന്റെ ഫോട്ടോസ് വെച്ച് ഈ കവിത പോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് അധികം പേര് ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് വൈറലായത്. ഈ വൈറൽ എന്നുള്ള വാക്ക് വരുന്നത് നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ഒരു സാധനം പോകുമ്പോഴാണ്. അപ്പം നമ്മുടെ ഈ ഷോയ്ക്ക് നിദാനമായിട്ട് ഈ ഒരു വിഷയം ഉരുത്തിരിഞ്ഞത് നമുക്ക് കൂടി ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ ഒരു പാട്ടും അതിൻ്റെ ഭാവുകത്വവും അതിൻ്റെ പിന്നിലുള്ള വികാരങ്ങളൊക്കെ ഒരു പക്ഷേ കുറച്ചും കൂടി പുഷ്ടിപ്പെടുത്തേണ്ടതാണ്. ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്ന സമയത്ത് ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള ഭാവുകത്വങ്ങളുണ്ട് എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഷോ നടത്തിയത്. വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയിൽ വിഹരിക്കുന്ന ഒരാളെ കൊണ്ടുവരാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായി പ്രചരിച്ച ഒരു കവിതയാണ് സഖാവ് എന്ന പേരിൽ ഉള്ള കവിത. മറ്റ് അതിൻ്റെ വിവാദങ്ങളിലേക്കോ ഇപ്പോൾ അത് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്കോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ക്യാമ്പസിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ പങ്കുവയ്ക്കുന്ന കവിതയായി സഖാവ് എന്ന കവിത മാറിയിട്ടുണ്ട്. ആ കവിതയുടെ രൂപതലത്തെക്കുറിച്ചോ ആ കവിതയുടെ ആഖ്യാന ശൈലിയെക്കുറിച്ചോ കവിതയുടെ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല ഇത് എന്നും ആ കവിത അതിമഹത്തായ ഒരു കവിത എന്നതിനപ്പുറം ക്യാമ്പസുകൾ വളരെ കാര്യമായ കവിത ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. ഒരാളും കൂടെ വരട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കവിതയ്ക്ക് സഖാവ് എന്ന് പേര് നൽകിയത് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം കൊണ്ടാണോ, വൈകാരികമായി അതിന് നൽകിയ ഒരു പേരാണോ, അതോ അതിന് മറിച്ച് രാഷ്ട്രീയമായ ഒരു മാനമുണ്ടോ? രണ്ടുപേരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ആരിക്കറിയില്ല ഇവരെയൊക്കെ? ശുചിക്കാരനെയും ചിന്തയും അറിയാലോ. സമയം ഇവരൊന്നും പക്ഷം പിടിക്കാൻ തയ്യാറല്ല. പക്ഷെ കവിതയുടെ പക്ഷത്താണ് വേദിക്കുന്നത്. ആ കവിതയുടെ പിന്നിലുള്ള കറുത്ത വെളുത്ത കൈകൾ ഏതാണെന്നുള്ള അവർ ശ്രദ്ധിക്കാറില്ല. അപ്പം അത് അവരുടെ ചോദ്യം, സഖാവ് എന്നുള്ള പേരിട്ടത് എന്തിനാണ്? കവിത
മുഴുവൻ സഖാവിനെ കുറിച്ചുള്ള സഖാവ് എന്നല്ലാതെ പിന്നെ എന്താ വേറെന്താ ഇടുക? വേറെന്താ പീതപുഷ്പം നിട്ട ആ പൂവിലേക്ക് ശ്രദ്ധ പോയില്ലേ, ഇത് സഖാവിനെ പറ്റിയുള്ള കവിത. ഓക്കെ, സഖാവ് പ്രതീക്ഷ അങ്ങനെ തന്നെയാണോ? ഒരു സഖാവിനോട് തോന്നിയ പ്രണയത്തിന്റെ കവിതയാണ്. സഖാവിനോട് തോന്നിയ പ്രണയം. അപ്പോൾ അവിടെ ചേട്ടൻ്റെ ഒരു പ്രണയം വേണ്ടി പശ്ചാത്തലത്തിലുണ്ടല്ലേ? ചെറിയ തോതിൽ തോതിലുണ്ട്. അതാണ് പ്രതീക്ഷ അതിനെ തിരിച്ചിടുകയാണ് ചെയ്തത്. എനിക്കൊരു ചോദ്യം കൂടി സാമിനോട് ചോദിക്കട്ടെ. സാം, ഇത് ആര്യ എന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്, ചോദിച്ചോട്ടെ? ചോദിച്ചോട്ടെ. അതെ, സാധാരണ ക്യാമ്പസുകളിലെ ഉശിരന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ, SFIക്കാർ പീതപുഷ്പങ്ങൾ എന്ന് പറയേണ്ട കാര്യം. പീത എന്ന് പറഞ്ഞാൽ മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞപുഷ്പം, രക്തപുഷ്പങ്ങൾ, ഉൽമോഹർ, അങ്ങനെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള കളറല്ലേ എടുക്കുക, ചുമപ്പല്ലേ എടുക്കുക. പക്ഷേ ഈ കവിതയിൽ ഒരു പീതപുഷ്പങ്ങൾ എന്ന് വരേണ്ട കാര്യം സാമാണ് എഴുതിയെങ്കിൽ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അല്ലേ? ഇതല്ലേ ചോദ്യം? ആ ചോദ്യം. ഒരുപാട് മരങ്ങളുള്ള ക്യാമ്പസാണ് CMS. അധികവും ചുവന്ന് പൂക്കുന്ന മരങ്ങളാണുള്ളത്. അപ്പം ഞാൻ സങ്കല്പിച്ച ഒരു കഥയായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ആ കഥയിലെ അവിടുത്തെ ചുമന്ന് പൂക്കുന്നതൊക്കെ ആൺമരങ്ങളും മഞ്ഞച്ച് പൂക്കുന്നതൊക്കെ പെൺമരങ്ങളും. ശ്രദ്ധിച്ചോ? ചുവന്ന പൂക്കള് ആൺമരങ്ങളും മഞ്ഞച്ച് മഞ്ഞ പൂക്കുന്ന മരങ്ങള്. മാത്രമല്ല പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്നത് മറ്റേതാണ്, ആ പെൺകുട്ടിയാണ്. അല്ലേ? അതല്ലേ പ്രധാനം? ഞാൻ കവിത എഴുതുമെന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. അല്ലാതെ പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യല്ല കവിതയിൽ കൂടെ. വരികളൊന്നും പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുന്നതേ അല്ല. വരികൾ പറയുന്നത് സമരകാലഘട്ടത്തെക്കുറിച്ച്, അതായത് സമരകാലഘട്ടത്തിൽ അവിടെ നടന്ന കാര്യങ്ങളൊന്നും മാനേജ്മെന്റോ അധ്യാപകരോ പുറത്തുള്ള ആരും മനസ്സിലാക്കാത്തപ്പോൾ മരങ്ങൾ മനസ്സിലാക്കും. അതാണ് കവിതയുടെ കാമ്പ്. ഓക്കെ സ്വാമി, എനിക്ക് വ്യക്തമായി. പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഈ കവിതയുടെ പർപ്പസ് എന്ന് പറയുന്നത് അവിടുത്തെ മറ്റെന്തെങ്കിലും സംഘർഷ നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തെ പ്രതിധ്വനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് സാമിന്റെ ഹൃദയം കവരണമെന്ന് സാം ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ഹൃദയം കവരാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, അല്ലേ? ശരിയല്ലേ? വരട്ടെ, വരാം. സാമിൻ്റെ കവിത സഖാവ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ആ കവിത ഇറങ്ങിയപ്പോൾ തന്നെ ഞാനും ഈ കലാലയവും ഇവിടുത്തെ വിദ്യാർത്ഥികളും സഖാക്കളും ഒക്കെ ഏറെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ചയിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷേ വൈകി വന്നൊരു തിരിച്ചറിവ് മാത്രമാണത്. പക്ഷേ ഇപ്പോൾ ആ കവിത ചർച്ചയായി കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിക്കാൻ വേണ്ടി തോന്നാറുള്ളത്, വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലുണ്ടായ നമ്മുടെ കലാലയത്തിലെ സമരം എന്തുമാത്രം സാമിൻ്റെ കവിതയ്ക്ക് ഇന്ധനമായിട്ടുണ്ട് എന്നറിയാൻ താല്പര്യമുണ്ട്. സർഗാത്മക സമരരൂപങ്ങളുടെ അവസാനിക്കാത്ത ഏടുകൾ ഇന്നും മികവുറ്റ് അവതരിപ്പിക്കാൻ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുന്നുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് ആ കവിതയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കലാലയത്തിലെ സമരത്തിന് എന്തുമാത്രം പങ്ക് ഉണ്ടായിരുന്നു ആ കവിതയിൽ? ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മറ്റുള്ള സമരങ്ങളെക്കുറിച്ച് അറിയില്ല, പക്ഷേ CMSലെ ആ സമരത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്ന പോസ്റ്ററുകൾ, അവിടുത്തെ ഫ്ലെക്സിലൊക്കെ എഴുതിയിരുന്ന ബാനറുകൾ, അതൊക്കെ കവിതകളായിരുന്നു. ഞങ്ങൾ ദർവേഷിൻ്റെയും നിരൂതയുടെയൊക്കെ വാക്കുകൾ, ദർവേഷിൻ്റെയൊക്കെ ജയിക്കേട്ടൻ ഭയങ്കര അക്കാര്യത്തിലൊക്കെ ഒരുപാട് അറിവുകളുള്ള മനുഷ്യനാണ്. ഈ കവിതകളാണ് ഞങ്ങൾ അവിടെ മുഴുവൻ എഴുതി വെച്ചത്. അല്ലാതെ അവരെ മാനേജ്മെൻറ്റ് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. കവിതകളിലൂടെയായിരുന്നു ഞങ്ങൾ പോസ്റ്ററിങ് എല്ലാം, മരത്തിലോട്ട് ചെന്ന പോസ്റ്ററെല്ലാം കവിതകളായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടല്ലോ അല്ലേ? പെൺകുട്ടികളാണ് കൂടുതൽ. പ്രതീക്ഷ ഇനി അടുത്ത ഈ 12ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ ഒരു അഡ്മിഷൻ മേടിച്ചു കൊടുക്കും. ഇതിനൊരു പ്രശ്നം കൂടി ഉണ്ടായി. എനിക്ക് ഫേസ്ബുക്കിൽ ഭീഷണി എന്ന് പറഞ്ഞാൽ ഭീഷണിയായിട്ടല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഭീഷണിയായിട്ട് കാര്യമൊക്കെ എടുത്തില്ലെങ്കിൽ പോലും അത് വായിച്ചപ്പോൾ മനസ്സിന് വളരെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഞെട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പേടി മനസ്സിൽ തോന്നി. ഏതായാലും +2 അല്ലേ, ഇനി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കോട്ടയം ജില്ലയുടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ എന്റെ കാലൊടിക്കുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. സാമേ, നിനക്ക് അതിനുള്ള ആരോഗ്യം? അയ്യോ, എനിക്ക് ഏതായാലും ഇല്ല. പക്ഷെ ഈ പ്രതീക്ഷയെ അങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നുന്നില്ല? ഒരിക്കലും ഇല്ല. മാത്രമല്ല, കാലൊടിക്കില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയെ അവർ ആനയിച്ചുകൊണ്ട് CMS കോളേജിൽ അല്ലേ ഒരു അഡ്മിഷൻ കൊടുത്ത കാര്യത്തില്ല. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ട് കാണിക്കാം. ഇതൊരു ഓഫറാ കേട്ടോ. CMS ക്യാമ്പസിൽ ആര്യനെ ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം കാണിച്ചു. അപ്പം പിന്നെ പ്രതീക്ഷയും കൊണ്ട് കാണിക്കണം. അതായത് ആ ക്യാമ്പസിന്റെ വഴിത്താരകളിലൂടെ, പിന്നെ ആ മരങ്ങളൊക്കെ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരാളെ കൂടെ കാണിക്കണം. ആർക്ക് വേണ്ടിയാണോ കവിത എഴുതി ആ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അദ്ദേഹത്തിന് ആ ക്യാമ്പസ് കാണാപ്പാടാ. അതല്ല, ആ കുട്ടിയെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. പറ്റുമോ? പറ്റുമായിരിക്കും. എന്റെ വലിയൊരു സ്വപ്നമാണ് CMS കോളേജ് കാണണം എന്നുള്ളത്. അത് ക്ലാസ്മേറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്തത് ആ കോളേജിലാണ്.
അന്ന് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ആ ആ കോളേജ്. ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. കണ്ട ഈ ഒരു വിവാദം കാരണം അത് സഫലമാകാൻ പോവുകയാണ്. മാത്രമല്ല CMS കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം പോലും ഇവർ ഉണ്ടാക്കും. പല ആൾക്കാരെയും പരിചയപ്പെടുത്തി തരും. വരട്ടെ ഒരാൾ. പ്രതീക്ഷ ഇത്തരത്തിലൊരു കവിത 8ാം ക്ലാസ് പ്രായത്തിൽ എഴുതില്ല എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പ്രതീക്ഷയ്ക്ക് പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയും അറിവും അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമാണ്. ശരിക്കും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രതീക്ഷയുടെ വരികൾ തന്നെയാണ്. പ്രതീക്ഷയ്ക്ക് മറ്റുള്ള ആളുകളുടെ വരികൾ അല്ലെങ്കിൽ ഒരാളുടെ സൃഷ്ടി സ്വന്തമായി എൻ്റേതാണ് അല്ലെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇനിയും ഒരുപാട് കവിതകൾ അല്ലെങ്കിൽ രചനകൾ നമ്മുടെ പ്രതീക്ഷയുടെ തൂലികത്തുമ്പിൽ നിന്ന് അടർന്നു വീഴും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പ്രതീക്ഷയുടെ അധ്യാപകനാണ്. കണ്ടോ, പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. എന്റെ അധ്യാപകനല്ല, വിദ്യാരംഗം കലാസാഹിത്യവേദിയുണ്ട്, മലയാളത്തിന്റെ ക്ലബ്ബ് പോലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ഞാൻ പഠിച്ച ഹൈസ്കൂൾ പഠിക്കുന്ന 3 വർഷവും ഞങ്ങളുടെ സബ് ജില്ലയുടെ കൺവീനറായിരുന്നു അദ്ദേഹം. പിന്നെ ഹയർ സെക്കൻഡറി എത്തി, എനിക്ക് ബന്ധമൊന്നുമില്ല വിദ്യാരംഗത്തിനോട്. അവസാനമായിട്ട് കാണുന്നത് പുലാമന്തോൾ സ്കൂളിൽ വെച്ചൊരു കലാമേള നടക്കുമ്പോഴായിരുന്നു. അന്ന് പ്രസംഗ മത്സരത്തിന് ഞാൻ പങ്കെടുത്തിരുന്നത്. എനിക്ക് 1ാം സ്ഥാനമായിരുന്നു. അന്ന് സാറിനോട് ഞാൻ സംസാരിച്ച വിഷയം, ഞാൻ നോവൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്, ഒരു കഥ എഴുതി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, എവിടെ അവസാനിക്കുന്നില്ല സർ, ഇത് നീട്ടിക്കൊണ്ടൊരു നോവലാക്കിയാലോ എന്ന് ആ പുസ്തകം ഈ അടുത്ത കാലത്തിന് ഇറങ്ങുന്നുണ്ടാകും. ഇറങ്ങും. അല്ല, അതില് സാമാന്യം ആര്യ കഥാപാത്രങ്ങളാക്കണം. അങ്ങനെ ആക്കണമല്ലേ? അതിനെ ഈ പറഞ്ഞ വർത്തമാനകാല സാഹചര്യവുമായിട്ട് കൂട്ടിക്കിഴച്ച് CMSന്റെ വരാന്തകളിലൂടെ നടന്ന് ആ അനുഭവങ്ങൾ കൂടി എടുത്ത് അതിനെ അങ്ങനെ JB ജംഗ്ഷനൊക്കെ വെച്ചിട്ടായിരിക്കും ഇനിയും വർഷങ്ങളില്ലേ നമുക്ക് എഴുതാം. അതിൽ ആ ഫസ്റ്റ് കന്നി നോവലല്ലേ, അതിനെ നമ്മൾ അങ്ങനെ ഇല്ല വില്ലൻ എങ്ങനെ നായകനായി മാറുന്നു, സാമിനോടൊരു സഹതാപം ഉണ്ടാവുന്നു, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. യഥാർത്ഥത്തിൽ സാമിനെ കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷയ്ക്ക് സഹതാപമായി. അയ്യോ, ഈ പാവം പിടിച്ച മനുഷ്യനാണ്. അല്ല, ശരിക്കും പറഞ്ഞാലല്ലേ? കണ്ടോ, ഇതാണ് സംഭവം. വരട്ടെ ഒരാള്. ആര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരുമായിട്ടും നല്ല സംസാരമാണ്. അതുപോലെ തന്നെ ആര്യ ക്ലാസ്സിലും നല്ലൊരു കുട്ടിയാണ്. പഠിത്തത്തിലായാലും ബാക്കി പാട്ടുപാടലിലായാലും നല്ലോണം മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആര്യ 10-12 വർഷത്തിലധികമായി ആര്യ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പല പീരീഡ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ആര്യയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാറുണ്ട്. വളരെ രസകരമായി അവൾ പാടാറുമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ബ്രണ്ണൻ കോളേജിൻ്റെ ഓർമ്മകളിൽ അതെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ആര്യയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ആര്യ കുറേ വർഷമായി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു പാട്ട്. അതാണ് ഇവർക്കെല്ലാം നല്ല പൈസ കൊടുത്തിട്ടുണ്ടോ? അയ്യോ ഇല്ല, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് എല്ലാവരും. പൊറോട്ടയും മത്സ്യം കറിയും മേടിച്ചു കൊടുത്തോ? ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറ്. നല്ല കാര്യമായിട്ട് അവർ പറഞ്ഞത് അല്ലേ പ്രതീക്ഷ? എന്നെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പാല് വയ്ക്കുന്നവരായിരിക്കും. അതാണ് ഇത്. ഇതാണ് ഞങ്ങൾ കണ്ണൂരുകാർ വളരെ പാവങ്ങളാണ്. അതാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് പഠിക്കുന്നത്. പാലക്കാടല്ലേ? വീടും തൂത എന്നുള്ള സ്ഥലമുണ്ട്. പാലത്തിന്റെ അക്കര മലപ്പുറം, ഇക്കര പാലക്കാട് ജില്ലയാണ്. അപ്പൊ പിന്നെ വീട് പാലക്കാടും പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ടായിരിക്കും. മൈക്കെടുക്ക്. ഒരു നല്ലൊരു പാട്ട് ആര്യ പാടുകയാണ് നമുക്ക് വേണ്ടി. പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടും സാമിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല.
വരട്ടെ ഒരാൾ. ഇത്തരം വിവാദങ്ങൾക്കിടയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കവിതയെ വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്? വിവാദങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചെറിയ മനസ്സുകൾക്ക് നേരിടാനായത്? പ്രതീക്ഷാതി മറുപടി. വിവാദം കൊണ്ട് തളർന്നു പോയോ, മനസ്സ് വിഷമിച്ചോ, പൊട്ടിക്കരഞ്ഞോ, കണ്ണുനീർ ചാലുകൾ വന്നോ, കിടന്നുറങ്ങാൻ പറ്റിയില്ലേ, തലണ നനഞ്ഞോ, സുഹൃത്തുക്കൾ ആശ്വസിപ്പിച്ചോ? സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ശരിക്കും. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾക്ക് പോലും ശക്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നിരുന്നു. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഒരുപാട് പേര് ഫോൺ കോൾ വിളിച്ച് വഴക്ക് പറയുന്നു. കാരണം നിനക്ക് ഇതിൻ്റെ ഭീഷണിപ്പെടുത്തുന്നു. അത് ഭീഷണിപ്പെടുത്തുന്ന ഒരിക്കലും സാമിന്റെ കൂട്ടുകാരോ സാമോ ആയിരുന്നില്ല. ഇത് ഞാനാണോ സാമാണോ എഴുതിയെന്ന വിഷയം പോലും, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നോ നടന്ന വിവാദങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു കൂട്ടം പേരുണ്ട്. ഇതിനായി ഇറങ്ങി തിരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയുണ്ടാക്കി, ഒരു വിവാദമുണ്ടാക്കി, ഒരു തമ്മിത്തല്ല് കൂടി അവസാനം അതിനൊരു തെറിവിലേക്ക് വരെ എത്തിച്ച ഒരു പൊട്ടം ആളുകളെ. നമ്പറുകൾ സംഘടിപ്പിക്കാൻ പ്രശ്നമില്ലല്ലോ, വിളിച്ചൊരുപാട് പേര് വഴക്ക് പറയുന്നു. ഇതിൻ്റെ പേരിൽ ഉറക്കം വരാറുണ്ട്, അത് എന്നും ഉറങ്ങാറുണ്ട്. പക്ഷേ ഫോൺ വിളികൾ എപ്പോഴാണ് വരിക എന്നറിയില്ല. സംസാരിക്കണം, വിശദീകരണം കൊടുക്കണം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. ഇപ്പോൾ അതെല്ലാം മാറിയോ? കാറെല്ലാം അടങ്ങിയോ? ബോൾഡായി. ആണ് ഈ ഒരു കവിതയും ഈ വിവാദവും വേണ്ടി വന്നു പ്രതീക്ഷയ്ക്ക് ബോൾഡാകാൻ വേണ്ടി. അതല്ലെങ്കിൽ ഇത് ബോൾഡാവില്ലായിരുന്നു. സാധാരണ ബോൾഡായ കുട്ടി തന്നെയാണ് ഞാൻ, പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അല്പം തളർന്നുപോയി. സാമെ, റഹീം ചോദിച്ച ചോദ്യത്തിനോട് മറുപടി, ഈ വിവാദങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചത്? സാമിനെ വായിച്ചിട്ടില്ല. ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എൻ്റെ ചുറ്റും എപ്പോഴും കൂട്ടുകാരുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്ക് പിന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ ചീത്ത വിളിക്കായിട്ടൊക്കെ. പ്രതീക്ഷ സാമിനെ വിളിച്ചിട്ട് കാല് തല്ലിടിക്കുന്നു പറഞ്ഞോ? ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരായിട്ടും യാതൊരുവിധ വഴക്കുകളും ഉണ്ടായിട്ടില്ല. സംസാരിച്ചിട്ട് പോലും ഞങ്ങൾ വളരെ നോർമലായിട്ട്. ഇപ്പോഴാണ് നിങ്ങൾ തമ്മിൽ സൗഹൃദമാകുന്നത്. ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങൾ വഴക്കൊന്നും സംസാരിച്ച് ഉടക്കിയിട്ടേ ഇല്ല ഇതുവരെ. ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുമായിരുന്നു. സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ കൂട്ടുകാരുള്ളതുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. സങ്കടത്തിനിടയിലും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായില്ലേ? ഈ പാട്ട് വൈറലായി പോകുന്നു, അല്ലെങ്കിൽ കവിത വൈറലായി പോകുന്നു, പല സ്ഥലങ്ങളിലും ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടാവും എന്നൊരു ചിന്തയും കൂടെ ഉണ്ടായോ? സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പഴയ സാറുമാരൊക്കെ വിളിച്ചു, കുറേ പഴയ കൂട്ടുകാരൊക്കെ വിളിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നീ എന്തിനാണ് പഠിക്കണേ? ഞാനിപ്പം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നീ പഠിക്കും നന്നായിട്ട്? കുഴപ്പമില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല. കുറച്ച് കുഴപ്പമുണ്ടാകാം, കുഴപ്പമുണ്ടായിരിക്കാം, വരട്ടെ ഒരാൾ. ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരായി ഒരുപക്ഷെ നിലകൊണ്ട് നിൽക്കുന്ന ഒരു സമയം ആയിരുന്നു സാം ഈ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് എത്രത്തോളം സാമിൻ്റെ ജീവിതത്തിനെ സ്വാധീനിച്ചു, ആ സാഹചര്യങ്ങൾ, ആ അന്ന് നിലവിലിരുന്നതായിട്ടുള്ള ആ രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നീട് രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഈ ക്യാമ്പസിനോട് തന്നെയുള്ള പ്രണയവുമൊക്കെ സാമിനെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സാമിന്റെ അധ്യാപനമാണ് സാർ ചോദിച്ചതിന് ഉത്തരമാണ്. അന്ന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കലാകാരനായോണ്ട് അങ്ങനെ ഒന്നും കലാകാരനാണെന്നൊന്നല്ല പറയുന്നത്, കലയെ പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിലുള്ള സമീപനങ്ങളായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറുത്ത് നിൽപ്പിന് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്നെ ഞങ്ങളൊരു കലാസാംസ്കാരിക വേദി പ്രസരം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അവിടെ മാനേജ്മെൻറ്റോ അധ്യാപകരും അറിയാതെ അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുക. അത് അങ്ങനത്തെ ചില നാടകം ഞങ്ങൾ പലപ്പോഴും, എനിക്ക് നാടകം കളിക്കാണ്ട് പലപ്പോഴും ഞങ്ങൾ സെറ്റ് ചെയ്തു. പക്ഷേ അതിനൊന്നും അവരാരും സഹകരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലെ മാനേജ്മെൻറ്റ് അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾ പ്ലോട്ട് ഉണ്ടാക്കാൻ കലോത്സവത്തിന് ചെയ്തു, അതിനൊന്നും. പക്ഷെ ഞങ്ങൾ എല്ലാത്തിനും ചെറുത്ത് നിൽപ്പ് നടത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പിരിവെടുത്ത്. ആ കാലഘട്ടം മാറിയപ്പോൾ എനിക്കിപ്പോൾ അറിയില്ല, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇപ്പം അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇപ്പം എവിടെയാ ആ CMS എങ്ങനെ ആ സാഹചര്യം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. CMS കുട്ടികളൊക്കെ താങ്കൾ കോളേജ് മാറിയല്ലോ. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം തരുന്നുണ്ട്, വളരെ സാധ്യതകളുള്ള. പക്ഷെ എങ്കിൽ പോലും CMS ബോധ മനസ്സിലേക്ക് ജ്വലിച്ച് നിൽക്കുകയാണ്. അല്ലേ? അതിനെ മറക്കാൻ പറ്റില്ല. ഇല്ല, CMS അപ്പോൾ മറക്കാൻ പറ്റില്ല. ഇല്ല അല്ലേ? പ്രതീക്ഷ വരട്ടെ. നിരവധി രചനകൾ അക്കാലത്ത് അവൾ എനിക്ക് കാണിച്ചു തന്നതായി ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ സഖാവ് എന്ന കവിത അതിലുണ്ടായിരുന്നോ എന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയില്ലെങ്കിലും നല്ല നിലവാരത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളും തീക്ഷ്ണമായ ചിന്തകളും
ശക്തമായ നിലപാടുകളുമുള്ള കവിതകൾ അക്കാലത്ത് അവൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നു. പല കവിതകളിലും ഞാൻ അന്ന് നോട്ട് ചെയ്തൊരു കാര്യം, സ്ത്രീപക്ഷപാതിത്വം അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തലം ആ കവിതകളിൽ ചിലതിലെങ്കിലും കാണാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്ട്രീം തിരഞ്ഞെടുക്കാൻ കാരണം? സ്ത്രീപക്ഷ രചന കൂടുതലായിട്ട് പ്രതീക്ഷയുടെ അന്നത്തെ കവിതകൾ തന്നെ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാം ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. പ്രതീക്ഷയുടെ അധ്യാപനാണോ? മലയാള അധ്യാപകനാണ് ഹൈസ്കൂളിലെ. സാറ് ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകൻ ബഷീർ സാർ തന്നെ ആയിരിക്കും. സാറ് നന്നായി എഴുതുന്നൊരു കൂട്ടത്തിലാണ്. സ്ത്രീപക്ഷ രചനകൾ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം വരുത്താൻ ഈ ലോകത്തിൽ പുരുഷന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയുള്ള സമൂഹമാണ് നമ്മുടേത്. അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളത് നമ്മളൊന്നും അങ്ങനെയല്ല. അല്ല ഞാൻ സാം അങ്ങനെയാണോ? സാമ എഴുതുന്നതന്നെ സ്ത്രീപക്ഷത്തൊന്നും. അതെ, ഞാൻ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അത് ആ ഭാഗത്തുള്ള ആ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. ഗ്രാമത്തിന്റെ പ്രത്യേകത തീർച്ചയായും. കാരണം എന്റെ നാട്ടിലെ മുഴുവൻ പുരുഷ മേധാവിത്വങ്ങളാണ്. തീർച്ചയായും എന്റെ നാട്ടിലെ രാത്രി വണ്ടി ഓടിക്കുന്ന ഞാനും എന്റെ ചേച്ചിയും മാത്രം. വീട്ടില് ആർക്കാണ് മേധാവിത്വം? അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അത് ആർക്കാണ് കൂടുതൽ മേധാവിത്വം? അമ്മയ്ക്കാണ്. അപ്പൊ ഒരു അപവാദമാണ്. അങ്ങനെയല്ല, അച്ഛൻ നാട്ടിലുണ്ടാവാറില്ല സാധാരണ. അമ്മ സ്കൂൾ ടീച്ചറാണ്. പിന്നെ ഞങ്ങൾ 3 മക്കളെ നോക്കുന്നതും വളർത്തിയതൊക്കെ അമ്മയാണ്. പെൺകുട്ടികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു വീടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് ഇവിടുത്തെ മേലധികാരികൾ. അതുകൊണ്ടാണ് ഈ ഒരു ഫെമിനിസ്റ്റ് പക്ഷപാതിയായി മാറിയത്. ഫെമിനിസ്റ്റ് പക്ഷപാതി എന്ന് തീർത്തും പറയുന്നില്ല. എനിക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ആഗ്രഹമുണ്ട് പല തലത്തിലും. അതുകൊണ്ട് തന്നെ ആര്യയെ പോലെ അങ്ങനെ വളരെ മോഡസ്റ്റ് ആയിട്ടൊന്നും അല്ല, കാര്യങ്ങൾ ഉഴുതുമറിക്കണം എന്നുള്ളതാണ്. ആര്യക്ക് ഇതിങ്ങനെ നടന്നു പോയാൽ മതി. നമ്മള് കുറച്ചുകൂടി ഒരു രീതിയിൽ പറയാച്ചാൽ എന്നെ കൊണ്ട് സമൂഹത്തിൽ പല വിപ്ലവങ്ങളും നടത്താൻ പറ്റും. അല്ലെങ്കിൽ വിപ്ലവം എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറ്റം മാത്രമേ അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ നിന്നെ എങ്ങനെയെങ്കിലും CMS കൊണ്ടു നിർത്തണം. അത് അവിടെ ഉഴുതുമറിക്കണം. എനിക്ക് പഠിക്കാനുള്ള കോഴ്സ്, ആഗ്രഹിക്കുന്ന കോഴ്സ് അവിടെ ഇല്ല. എന്താണ് കോഴ്സ്? എനിക്ക് ജേർണലിസം പഠിക്കണം എന്നാണ് ആഗ്രഹം. നമ്മുടെയൊക്കെ അന്നം പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ശരി. അപ്പൊ സമൂഹത്തെ മാറ്റിമറിക്കുക എന്നുള്ള ദൗത്യമാണ് പ്രതീക്ഷയ്ക്കുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിൽ തൊട്ടങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. സമയം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. പ്രതീക്ഷ വെറും പ്രതീക്ഷാ നിർഭരമായ ജീവിതമല്ല, നിശ്ചയദാർഢ്യം കൂടിയുള്ള ആളാണ്. ശ്രദ്ധിക്കുക. വരട്ടെ. ഞാനും ആര്യയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ടീച്ചറും കുട്ടിയായിട്ട്, അതായത് അമ്മയും മോളും പോലെയാണ്. കാരണം ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മയെന്നൊരു വിളിയുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരിത്. അതൊക്കെയാണ് ശരിക്കും നമ്മൾ ടീച്ചേഴ്സിനുള്ള ഒരു ഓർമ്മിക്കാനുള്ള കുറേ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ട് ആര്യ. കവിതയിൽ കൂടിയാണ് ഇപ്പം ആര്യ അറിയപ്പെട്ടത്. ശരിക്കും ഇതിനു മുമ്പേ അറിയപ്പെടേണ്ട ഒരു കുട്ടിയാണ്. പക്ഷെ ഓരോ ഇത് വരുന്ന വഴി ഇങ്ങനെയാണ് കവിതയിൽ കൂടെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടായതും. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കട്ടെ ഈശ്വരൻ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുന്നു. ആര്യയുടെ സംഗീത അധ്യാപികയാണോ? അതെ, സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ 12th വരെ സ്കൂളിൽ പഠിപ്പിച്ച സുമാമിസാണ്. ഇടയ്ക്ക് അമ്മയെന്ന് ആര്യ വിളിക്കും. എന്തിനറിയോ? ടീച്ചറെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി ഒരു അയ്യോ അല്ല, അത് വല്ലാത്തൊരു ബന്ധം. എങ്ങനെ പറഞ്ഞു തരുമെന്നറിയില്ല. എൻ്റെ അമ്മേനെ പോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ സാമിന്റെ കുടുംബത്തിന്റെ സാഹചര്യം എന്താണ്? അച്ഛൻ CSI പള്ളിയിൽ ഒരു മിഷണറിയാണ്, ക്രിസ്ത്യൻ മിഷണറിയാണ്. നീ വിപ്ലവമായിട്ട് ഇറങ്ങി പറഞ്ഞു. വീട്ടുകാരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ളവരാണ്. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ചേട്ടൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്. ചേട്ടൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരിടത്താണ്. ഞങ്ങൾ 3 പേരാണ്. ഓക്കെ, ഇതാണ് താങ്കളുടെ കുടുംബ സാഹചര്യം. പ്രതീക്ഷയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടൻ വിവാഹം കഴിച്ചോ? വിവാഹം കഴിച്ചു. ഏട്ടൻ പ്രണയിച്ചതിനെ വിവാഹം കഴിച്ചല്ലേ? അന്ന് പ്രണയിച്ച കുട്ടിയെ കഴിച്ചു അല്ലേ? യുവന്മാരൊന്നും അങ്ങനെ ചെയ്യാറില്ല സാധാരണ. പുതിയ പിള്ളേരൊന്നും അല്ലെ ആര്യ? സ്നേഹത്തിന് മൂല്യം ഉണ്ടെങ്കിൽ പ്രതീക്ഷയും ആ ഒരു പാതയിൽ തന്നെയാണോ? ആണ്. ഓക്കെ. ചേച്ചിയോ? ചേച്ചിന്റെ വ്യക്തിപരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലേ? നിങ്ങൾ പറയാറുണ്ട്. സുഹൃത്തുക്കളല്ലേ? സുഹൃത്തുക്കളാണ്. ഈ ഒരു വിഷയം ഇല്ല, ചേച്ചിക്കില്ല. ഓക്കെ. അമ്മയും അച്ഛനും പ്രണയവിവാഹമായിരുന്നോ? അല്ല. അതിന്റെ എല്ലാ കുറവും നമ്മൾ നികത്തണം കേട്ടോ.
പ്രതീക്ഷ. അച്ഛനെന്ത് ചെയ്യുന്നു? അച്ഛൻ എയർപോർട്ട് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ വീട്ടിലുണ്ട്. അമ്മ ടീച്ചറാണ്. ആര്യ? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ, 4 പേര്. അച്ഛമ്മ എന്ന് പറഞ്ഞാൽ അറിയാവോ? അച്ഛൻ്റെ അമ്മ എന്നാ പറയാ, പല ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ. അനിയൻ 10th പഠിക്കുന്നു, അമ്മ RD ഏജന്റ് ആണ്, അച്ഛൻ ശക്തി ഫിനാൻസിൽ വർക്ക് ചെയ്യും. ഇതാണ് നിങ്ങളുടെ 3 പേരുടെയും കുടുംബ സാഹചര്യം. വളരെ സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച നല്ല കഴിവുള്ള, പ്രചോദനമുള്ള, പ്രോത്സാഹനമുള്ള 3 ആൾക്കാർ. എൻ്റെ ഇളയ സഹോദരങ്ങളായിട്ട് നിങ്ങളെ എനിക്ക് ഈ ഷോയിൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഷോയാണ്. ആ ഷോയിൽ നമുക്ക് ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് സൗഹൃദത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു ഭാവുകത്വത്തിൻ്റെ അതിനടിവര, അതുപോലെ ആ കവിതയ്ക്ക് പല അർത്ഥതലങ്ങളും കുറച്ചും കൂടി പൊലിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പ്രതീക്ഷ കൂടി അംഗീകരിച്ച സാമിൻ്റെ ആലാപന സംഗീത ശൈലി, അല്ലെങ്കിൽ ആര്യയിലൂടെ പ്രസിദ്ധമായ, അല്ലെങ്കിൽ ആര്യയെപ്പോലെ നിരവധി ആൾക്കാരിലൂടെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ശൈലിയിലായിരിക്കും നമ്മൾ പാടുന്നത്, അല്ലേ? പ്രതീക്ഷ അതിനോട് യോജിപ്പുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇതുവരെ ജീവിതത്തിൽ കേട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈണാണത്. ആ ഈണത്തിന്റെ ഒരു കർത്താവായിട്ടെങ്കിലും സാമിനെ അംഗീകരിക്കണം കേട്ടോ. അംഗീകരിച്ചു. ഓക്കെ, എടുക്ക്. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എത്ര കാലങ്ങളായി ഞാനീടെ, എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി. എത്ര കാലങ്ങളായി ഞാനീടെ, എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി. നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞോ വസന്തം. നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞോ വസന്തം. നീ തനിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീതപുഷ്പങ്ങളാറിക്കിടക്കുന്നു. നീ ധരിച്ചിരിക്കാറുള്ളിടത്തെന്റെ
പീതപുഷ്പങ്ങളാറി കിടക്കുന്നു നാളെ പീതപുഷ്പങ്ങൾ ഒഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ കാരിരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുഴിക്കണം കാരിരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുഴിക്കണം നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീതപുഷ്പങ്ങളൊക്കെ തൊടുത്തതും നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീതപുഷ്പങ്ങളൊക്കെ തൊടുത്തതും ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത് ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത് നാളെ പീതപുഷ്പങ്ങൾ ഒഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ കയ്യിലൊരു സമ്മാനമുണ്ട്. ആർക്ക് തരാൻ വേണ്ടിയിട്ടാണ്? എനിക്ക് തരാൻ വേണ്ടിയിട്ട്. തരൂ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. എനിക്കുള്ള സമ്മാനമാണ്. അതെ അതെ, തീർച്ചയായും. എല്ലാവിധ സ്നേഹ എന്താ പറയുക അഭിവാദ്യങ്ങൾ. അപ്പം നിങ്ങളൊക്കെ ഇനിയും പാടി 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 വളരട്ടെ, ക്യാമ്പസുകളിൽ പറവുകളെ പോലെ നടക്കട്ടെ. അത് കഴിഞ്ഞൊരു ജീവിതം കൂടി ഉണ്ടെന്നുള്ള കാര്യം മറക്കുക, ഇടയ്ക്ക് ഓർക്കുക. ഓക്കെ, താങ്ക് യു. നല്ലത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഷോയാണ്. നീ മധുപകരു മലർ ചൊരിയോ അനുരാഗു പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീലനിലാവുതിയേ. ഞാൻ താങ്കളോടൊരു പാട്ട് പാടി തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു രാജസ്ഥാനിൽ ഹിന്ദി പാട്ട് പാടുമെന്ന് വിചാരിച്ചത്. ഹിന്ദി പാട്ട് നമ്മൾ പാടുന്നുണ്ട്, പക്ഷെ മലയാളത്തോടുള്ള താങ്കളുടെ സ്നേഹമാണ് ഈ മധുപഗരിയിൽ കാണുന്നത്. ഇത് നേരത്തെ എനിക്ക് ബാല്യകാലത്തിൽ എനിക്ക് ഇത് നമ്മുടെ പാടാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. സംസാരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു 18 വയസ്സ് വരെ താങ്കൾക്ക് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാടാൻ നമ്മൾ പറ്റൂലല്ലോ. ശരദാന്തൽ തിരിതാനു മുകളിൽ കുടിലിൽ മൂവന്തി പെണ്ണോറങ്ങാൻ കിടന്നു. ഒരുപാട് പേരുടെ മനം ശ്രീ ഋഷിരാജ് കവർന്നിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. മനം ആരുടെ കവർന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല എന്നും പറയാൻ ഞാൻ ആളല്ല, എല്ലാം ഉദ്ദേശിച്ചത്. താങ്കൾ കുറച്ച് സമയം മെനക്കെടാറുണ്ടോ ഈ മീശയുടെ? ഇതിന് കുറേ സമയം വേണം.